കേരളത്തിന്റെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ IPS. അതുപോലെ തന്നെ DGP റാങ്കിലെത്തുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് ശ്രീലേഖയ്ക്കെതിരെ ചാർജ് ചെയ്തു. FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2021 സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കിളിയൂർ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇതേ തുടർന്ന് ഒരുപാട് ചർച്ചകളും പ്രതിപക്ഷത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കാം. 33.5 വർഷം കേരള പോലീസിൽ ജോലി ചെയ്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആണ്. അതുപോലെ 2012 പോക്സോ ഇറങ്ങിയപ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരാളാണ്. കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും വളരെയധികം പ്രവർത്തിച്ചിരുന്ന ഒരാളുമാണ്. പ്രത്യേകിച്ച് നിർഭയ സ്കീം വന്നപ്പോൾ അതിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു. അപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നതിൽ ഞാൻ അറിഞ്ഞത് 2020-21 സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIRനകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ പ്രായം 2003 എൻ്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പ്രായം 20നോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. അപ്പോൾ പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇതിപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് സിവിൽ റൈറ്റ്സ് ഫോറത്തിൻ്റെയോ മറ്റോ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോഴാണ്. അത് വ്യക്തി ഹത്യ നടത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുതൽ എനിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും വേണം കുത്തിപ്പൊക്കാൻ വേണ്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അമ്മയും ഒരു സ്ത്രീയും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമായിരുന്ന ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ പീഡനത്തിനിരയായ ഒരു വ്യക്തിക്ക് ദോഷകരമാവുന്ന ഒന്നും ചെയ്യുകയുമില്ല, ചെയ്തിട്ടുമില്ല. അതിൻ്റെ മനസ്സിൽ കൂടെ പോലും പോവില്ല. ഈ ഒരു സംഭവത്തിൽ ഈ കിളിരൂർ കേസിനകത്തെ ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴും പല സ്ഥലത്തും അതിൻ്റെ പേരുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയ നോക്കിയാൽ പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പബ്ലിക് നോളജാണ്. എന്തുകൊണ്ടാണ് കോടതിയിലും കേസ് ഈ BNSലും പഴയ IPCയിലും ഇതുപോലെയുള്ള പീഡനത്തിനിരയായ വ്യക്തികളുടെ, സ്ത്രീകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്നുള്ളത് എന്ന് അറിയാമോ എന്നറിയില്ല. അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഈ ഒരു വാർത്ത, ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്നുള്ള വാർത്ത സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തിനൊരു രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് പെൺകുട്ടിയുടെ അതിജീവിതകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്തയായ ശേഷം, മരണപ്പെടുന്ന ഒരു വ്യക്തിയോടുള്ള ആദര സൂചകമായി നമ്മൾ എല്ലാ വർഷവും മെഴുകുതിരികളും ആദരാഞ്ജലികളും അർപ്പിച്ചു പോകുന്ന ഒരു സമയമുള്ളപ്പോൾ ആ ഒരു വിവരം പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേര് പുറത്തു വരുന്നത് ആരെയും മാനസികമായി, അല്ലെങ്കിൽ ആ കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു വിരോധം, ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കൂടാതെ ഈ കേസിനകത്ത് ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി, ഒരു അഡ്വക്കേറ്റ്, ഒരു സാധാരണ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ ഒന്നും ഒരു പരാതി, ബന്ധുക്കൾക്കോ ഒന്നും ഒരു പരാതി ഉള്ളതായി കാണുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇറങ്ങിയിട്ട്
ഇപ്പോൾ ഇത്രയും വർഷമായി 7-8 വർഷമായി. ഇപ്പോൾ ഞാൻ വിരമിച്ച ശേഷം നേരത്തെ ഒരു ബ്ലോക്ക് സ്പോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതും ഒരു പ്രായപൂർത്തിയായ കുട്ടിയുടെ പേരാണ്. കുറുക്കുംപടി പോലീസ് സ്റ്റേഷനിലെ ഒരു കുറ്റകൃത്യത്തിലെ റേപ്പ് ആൻഡ് മർഡർ വിക്ടിമിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതും കുട്ടിയല്ല, പ്രായപൂർത്തിയായ വ്യക്തിയായിരുന്നു. പിന്നെ വേറൊരു കുട്ടിയുടെ പേര് പറയുന്നുണ്ട്, കവിയൂർ കേസ്. അതിന് കുട്ടിയുടെ പേര് ഞാൻ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. ആ കേസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുമില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. ഒരു CMP ആകുമ്പോൾ കേസ് എടുക്കണമല്ലോ, പോലീസ് അന്വേഷിക്കണമല്ലോ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ പോലീസിന് മനസ്സിലാവും ഇതിനകത്ത് പോക്സോ ആക്ട് നിൽക്കില്ല എന്നുള്ളത്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിൽക്കില്ല, അത് പോലീസ് അന്വേഷണത്തിന് വെളിവാവും. മറ്റു കാര്യങ്ങളിൽ അവർ പോലീസ് അന്വേഷിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കട്ടെ. ഇത്രയും മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സ്ത്രീ, ഒരമ്മ, ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇത്രയധികം സ്ത്രീകൾക്കെതിരെയും കുറ്റകൃത്യങ്ങൾ നടന്ന അല്ലെങ്കിൽ അന്വേഷിച്ച കുട്ടികൾക്കെതിരെയും കേസ് അന്വേഷിച്ച് തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഞാൻ ഇരകളുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് അവരുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവരും, അവരും ആ കുട്ടികളും എല്ലാവരും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോൾ പോക്സോ നിലനിന്നില്ലെങ്കിലും ഒരു ഏരിയയുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് അവരാരും മറ്റ് വകുപ്പുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? BNSന്റെ സെക്ഷൻ 72 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്നാണ് ഞാൻ അറിഞ്ഞത്. BNS സെക്ഷൻ 72ൽ നിൽക്കില്ല. കാരണം ഞാൻ ഈ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് 2022-ലാണ്. BNS നിലവിൽ വന്നത് 2024-ലാണ്. അതുകൊണ്ട് BNS എന്നുള്ള കേസിൻ്റെ അത് IPC ഇട്ട് വേണം ഇടാൻ. അതുകൊണ്ട് ഈ കേസിൻ്റെ FIR തന്നെ തള്ളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. പഴയ സംഭവങ്ങൾ ഇപ്പോൾ IPC ഇട്ടിട്ടാണ് പഴയ സംഭവങ്ങൾ ഇടേണ്ടത്. ഇപ്പോഴത്തെ സംഭവങ്ങൾ 2024-ന് ശേഷം ഉണ്ടായ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ BNS ഇട്ടിട്ട് കേസ് ഇടുന്നത് FIR നിലനിൽക്കില്ല. IPC ഇട്ട് വരട്ടെ. വന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ആക്റ്റീവ് അല്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നത് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അത് നിർത്തിയിരിക്കുകയാണ്. ആ പേജ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കും. ഞാൻ ചെക്ക് ചെയ്തില്ല, കാരണം ഇന്നലെ വൈകിട്ടാണല്ലോ. പലതും ഇല്ല മോനെ, പല കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോസും ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തല്ലോ. NSSനെ കുറിച്ച് ചെയ്ത വീഡിയോയും വേറെ കുറേ വീഡിയോസും ഒക്കെ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഞാനത് പബ്ലിക് എന്നുള്ളത് മാറ്റി അൺലിസ്റ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് പല വീഡിയോസ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ വീഡിയോസ് പെട്ടിട്ടുണ്ടാവും. ഞാനിത് നോക്കിയില്ല, കാരണം ഇന്നലെ രാത്രിയിൽ മറ്റോ ആണ് ഇതിൻ്റെ ഒരു വിവരം നിങ്ങൾ പറയുന്നത് മീഡിയയിലൂടെ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനിത് അറിയുന്നത്. അതുകൊണ്ട് എനിക്കിത് ചെക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. നിങ്ങൾക്ക് എന്താ കിട്ടാത്ത ഇന്റിമേഷൻ? എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ചെയ്യട്ടെ, പോലീസ് പോക്സോ കേസ് നിൽക്കുന്നുണ്ടോ എന്ന് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യമല്ല. ഞാൻ സർവീസിൽ ഇരുന്നപ്പോൾ എഴുതിയ ഒരു ബ്ലോഗ് പോസ്റ്റ് അന്ന് സർവീസിലെ സീനിയർ ഓഫീസേഴ്സ് പോലും എനിക്കെതിരെ നടപടി എടുക്കുകയോ എനിക്കെതിരെ അത് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്തില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇത്രയും നാളായിട്ട് 2022-ലെ ഒരു വീഡിയോ അന്നോ അതിനപ്പുറമോ ഒന്നും ആരും കേസുമായിട്ട് പോയില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ഒരു കേസ് FIR ഇടിക്കുക, അതിങ്ങനെ ഒരു വിവാദമാക്കുക പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം തന്നെ ആയിരിക്കണം. പരാതിക്കാരൻ പറയുന്നത് പോലീസാണ് കാലതാമസം വരുത്തിയെന്ന് പറയുന്നുണ്ട് ഇതിന് നടപടി എടുക്കുന്നത്. പരാതിക്കാരൻ എപ്പോഴാണ് പരാതി കൊടുത്തത്? 2022 കൊടുത്തോ? 25 ഒക്ടോബർ എന്ന് പറഞ്ഞാലും അപ്പോഴും ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയ ശേഷമല്ലേ. അതിന് മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ? ഒരു രാഷ്ട്രീയക്കാരിയല്ല, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആണെങ്കിലും ബാധകമല്ലേ? എന്തുകൊണ്ട് അന്ന് ഫയൽ ചെയ്തില്ല, എന്തുകൊണ്ട് ഇപ്പോൾ? ഇത് മാത്രം ഞാൻ ചോദിക്കുന്നു. ന്യായീകരിക്കുന്നത് മറ്റെല്ലാ ആളുകളും പേര് വെളിപ്പെടുത്തി തുടങ്ങിയതിനു ശേഷം
മാത്രമാണ് താൻ പേര് പറഞ്ഞതെന്നാണ്. അല്ല അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോ കുറുപ്പംപടി കേസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. എന്നാൽ ആ വിക്ടിമിന്റെ പേര് വെച്ചാണ് പലരും ഇപ്പോഴും ആ കേസ് പറയുന്നത്. അതുപോലെ ഈ കേസുകളുടെ വിക്ടിമിന്റെ ഡീറ്റെയിൽസ് പലരും വെളിപ്പെടുത്തിയെന്നല്ല, ഇറ്റ് ഇസ് എ പബ്ലിക് നോളജ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും മറ്റൊരാൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. 33 വർഷം പോലീസ് സർവീസിൽ ഒരാൾ അത് പറയുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം നല്ല സന്ദേശം, കൃത്യമായിട്ടുള്ള നിയമ സന്ദേശം. നിയമം ഇതാണ് എന്നുള്ളത്, പോക്സോ കേസ് നിലനിൽക്കില്ല എന്നുള്ളതും, പബ്ലിക് ഡോക്യുമെന്റില് പേര് അല്ല വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള, പബ്ലിക് സ്പേസിലെ വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും പ്രതിപാദിക്കാം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ഒരു വിവരം നിങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഈ IPC ഇട്ട് വന്നാലും ഈ ജഡ്ജ്മെന്റ് താങ്കൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്ക് അറിയില്ല. പോലീസ് അന്വേഷിച്ചിട്ട് അവർക്ക് തെളിവ് എന്തെങ്കിലും കിട്ടുവാൻ കിട്ടട്ടെ. ആസ് എ പോലീസ് ഓഫീസർ ഇത് നിലനിൽക്കുന്ന കേസല്ല. ഇത് വ്യക്തിപരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു FIR ആണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതുവരെ BJP അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ആ സാധ്യതയുണ്ട് എന്ന് പലർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയധികം അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നത്. താങ്ക് യു. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് നടന്ന ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും പ്രതിപക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി വരെ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇതിന് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് തമ്പാനൂർ കൗൺസിലർ ഹരികുമാറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലോട്ട് പോകാം. അതായത് ഇന്ന് ബഡ്ജറ്റ് ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ആ ചർച്ചയിൽ നിന്നും പിരിഞ്ഞു പോവുകയും കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘർഷത്തിന് കാരണം എന്താണ്? ഇന്നലെ രാത്രി വൈകിയാണ് ഈ കാര്യം അറിയുന്നത്. ബഡ്ജറ്റ് ചർച്ചയിൽ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് UDF എന്നും, ജനങ്ങൾക്കെതിരായി നിന്നിട്ടുമില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രധാന പത്രം മാതൃഭൂമിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. മുൻ DGPയും BJPയുടെ ഉപാധ്യക്ഷനുമായ ശ്രീലേഖ IPS-നെതിരെ പോസ്കോ കേസ് എടുത്തിരിക്കുന്നു, കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൗൺസിലിൽ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനൊരു നമ്മുടെ കൂടെയുള്ള കൗൺസിലും BJP നേതാവും BJP കൗൺസിലറുമായ ശ്രീലേഖ IPS-ന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി, ഈ പോസ്കോ കേസ് പ്രതിയായ വ്യക്തി ഈ സഭയിൽ തുടരാമോ എന്ന് മേയറോട് ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ അനുമതിയില്ലാതെ ചോദിക്കാൻ പാടില്ല എന്നുള്ള മേയറുടെ പ്രസംഗവും അതിനോട് മറ്റ് BJP കൗൺസിലർമാരുടെ ബഹളം കാരണം മറ്റു കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാൻ കഴിഞ്ഞില്ല. മൈക്ക് തന്നില്ല, ചോദിക്കുന്നതിന് യാതൊരു മറുപടിയും തരാത്തൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന് മറുപടി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോസ്കോ കേസിലെ പ്രതിയെ അവിടെ ഇരുത്തിക്കൊണ്ട് കൗൺസിൽ കൊടുക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയുകയും അതിൽ പ്രതിഷേധിച്ച് നമ്മൾ വാക്കൗട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല, പോസ്കോ ആക്ട് പ്രകാരം ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല എന്നാണ് ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി അത് നിലനിൽക്കുമെന്നാണ് ഈ കേസ് കൊടുത്ത ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളെന്നോട് പറഞ്ഞത്. അതിപ്പോഴും ഇതിൽ നിന്ന് അവർക്ക് സ്വന്തമായുള്ള യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഡിലീറ്റ് ചെയ്താലും മറ്റ് രേഖകൾ ഈ കേസ് കൊടുത്ത ആളുടെയിലുണ്ട്. ഒന്ന് മരണപ്പെട്ട ആളുടെ പേര് പോലും പറയാൻ പാടില്ല. ഇത്ര ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ സർവീസ് ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ അതിനു ശേഷം ഏറെ പേരുകൾ പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായും കേസ് നിലനിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബന്ധപ്പെട്ട നിയമജ്ഞന്മാരും അതാണ് പറയുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പ്രതികരിക്കാനുള്ളത്? അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ല. കോടതിയല്ലേ പറഞ്ഞ കേസെടുക്കാൻ. ശ്രീലേഖ IPS-ന്റെ പേരിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ മ്യൂസിയം കേസെടുത്തത്. ഇല്ലാത്ത കേസ് പറഞ്ഞില്ല, കേസ് ഇല്ലാത്തതല്ലല്ലോ, കോടതിയാണല്ലോ പറഞ്ഞത് കേസെടുക്കാൻ. ഇല്ലാത്തൊരു കേസല്ല, കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടാണ് മ്യൂസിയം സ്റ്റേഷൻ കേസെടുത്തത്. അപ്പോ അങ്ങനൊരു കേസ് തെളിയുകയും അങ്ങനൊരു പ്രതി പട്ടികയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മാറുകയും ചെയ്താൽ തീർച്ചയായും രാജിവെക്കേണ്ടതാണ്. കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ശ്രീലേഖ കൗൺസിൽ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. അതെ അതെ, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അതെ അതെ അതെ. മുട്ടട വാർഡ് കൗൺസിലർ വൈഷ്ണവ് സുരേഷ് ആണ് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഇന്ന് അവിടെ കൗൺസിലർ യോഗത്തിലുണ്ടായ വിഷയം?
ഇന്ന് നമ്മൾ സ്വാഭാവികമായും ബഡ്ജറ്റ് ചർച്ച നടന്നു വരികയായിരുന്നു. നമ്മുടെ പാർലമെന്ററി നേതാവ് ശ്രീ കെ ശബരിനാഥൻ സംസാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തമ്പാനൂർ വാർഡ് കൗൺസിലർ പ്രിയപ്പെട്ട ഹരിചേട്ടൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ശ്രീമതി ശ്രീലേഖ ഉൾപ്പെടെ ഉള്ള കൗൺസിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്തതേ ഉള്ളൂ ഈ പോക്സോ കേസുമായുള്ള ഒരു വിഷയം. അപ്പോഴത്തേക്കും സഡൻലി പെട്ടെന്ന് തന്നെ ഒരു സഡൻ ആക്ഷൻ പോലെ മേയർ മൈക്ക് ഓഫ് ചെയ്യുന്നു. BJP-യുടെ കൗൺസിലർമാരെല്ലാരും ചാടി എഴുതിച്ച് നമ്മളെ ഒന്നടങ്കം എതിർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മൈക്ക് ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അത് ഹനിക്കുന്ന രീതിയിലേക്ക്, ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന രീതിയിലേക്ക് മൈക്ക് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയാം. കാരണം അൺപാർലമെന്ററി ആയിട്ട് ഒരു വാക്ക് പോലും നമ്മൾ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജസ്റ്റ് ആ ഒരു വിഷയം, ഇന്നലെ രാത്രി വന്നൊരു ന്യൂസാണ് ശ്രീമതി ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മ്യൂസിയം സ്റ്റേഷൻ ആ ഒരു കേസ് എടുത്തതുമാണ്. അതില്ലാത്ത കേസൊന്നുമല്ല, അതുള്ള കേസ് തന്നെയാണ്. അപ്പൊ അത് സഭയിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ, കൗൺസിലിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ മേയർ ഇത്രയും രൂക്ഷമായി മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് BJP കൗൺസിലർമാരെല്ലാരും നമ്മളെ ഒന്നടങ്കം എതിർക്കേണ്ട ഒരു ആവശ്യം ഒന്നും തന്നെ ഇല്ല. നമ്മൾ അൺപാർലമെന്ററി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയിടുന്ന രീതിയിലേക്കായിരുന്നു ഇന്നത്തെ ഒരു സാഹചര്യം പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൗൺസിലിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ വാക്കൗട്ട് ചെയ്ത് ഇറങ്ങി എന്നുള്ളതാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഭരണപക്ഷത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? അവരോട് യോജിച്ച് പോകുമെന്നുള്ളതാണോ, അതോ അല്ല, നമ്മളത് ഈ ഒരു ഭരണസമിതി ചാർജ് എടുത്ത് വന്ന സമയത്ത് സത്യപ്രതിജ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട പാർലമെന്ററി നേതാവ് ശ്രീ KS ശബരിനാഥൻ പറഞ്ഞതാണ്, ഭരണസമിതി എന്നുള്ള നിലയിൽ അവര് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ എന്ത് തന്നെ തീരുമാനങ്ങൾ എടുത്താലും ഒരു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. മറിച്ച് ജനങ്ങൾക്ക് ഗുണമില്ലാത്ത രീതിയിൽ അവരുടെ പാർട്ടി വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും തീരുമാനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ അതിനെ എതിർക്കുമെന്നും നമ്മൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും. ഇതുവരെയും അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും പോവുക. ഓക്കെ, ശ്രീലേഖയ്ക്ക് എതിരെ അല്ലെങ്കിൽ ശ്രീലേഖ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള നിലപാടാണ് ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ പോക്സോ അല്ലെങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു അതിജീവിതയുടെയും പേര് വെളിപ്പെടുത്തരുത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും വർഷം സർവീസിലിരുന്ന, പോലീസ് സർവീസിലിരുന്ന, ഇത്രയും ഹൈ റാങ്കിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വനിത, അവര് ആ ഒരു വനിത ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ, എന്നിട്ട് പുള്ളിക്കാരി ഇന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് മൈനർ അല്ലായിരുന്നു, ഇപ്പൊ മൈനർ അല്ല, പ്രായപൂർത്തിയായി എന്ന് പറയപ്പെടുന്നു. അപ്പൊ അപ്പോഴും പോലും ആ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൈനർ ആയിക്കോട്ടെ, പ്രായപൂർത്തിയായ ഒരാളായിക്കോട്ടെ, ആ ഒരു വ്യക്തിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അതിജീവിതയ്ക്ക് ഇവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ തീർച്ചയായും അവരൊരു ജനപ്രതിനിധിയായി തുടരാൻ യോഗ്യല്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേട്ടോ? നന്ദി. ശരി, ഓക്കെ. എന്തായാലും സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ശ്രീലേഖയ്ക്കെതിരെ കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒക്കെ ചർച്ചയിൽ നിൽക്കട്ടെ. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. എന്തായാലും തനിക്കെതിരെ കേസ് വരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീലേഖ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഭരണപക്ഷത്തിൽ നിന്നും രാജിവെച്ച് പോകണം എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.